ഇനി കേരള ഇല്ല, കേരളം മാത്രം. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരള എന്നതിൽ നിന്നും കേരളം എന്ന് പുനർനാമകരണം ചെയ്യുന്നതിനുള്ള ബിൽ ലോക്സഭ പാസാക്കിയിരിക്കുകയാണ്. ബഹളത്തിനിടയിൽ ചർച്ചയില്ലാതെ ശബ്ദ വോട്ടോടെയാണ് പാസാക്കിയത്. കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ പരിഗണനയ്ക്കെടുക്കാൻ സ്പീക്കറോട് ആവശ്യപ്പെട്ടത്. ഡൽഹി പോലീസിന്റെ പ്രതിഷേധക്കാർക്കെതിരായ നടപടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബഹളം വെക്കുന്നതിനിടയിലാണ് ബിൽ സഭയുടെ പരിഗണനയ്ക്ക് വന്നത്. സഭയിൽ ബഹളം നടക്കുന്നതിനാൽ കേരളത്തിൽ നിന്നുള്ള എംപിമാർക്ക് സംസാരിക്കാൻ അവസരം ലഭിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബിൽ ഇന്ന് ചർച്ചയ്ക്കെടുക്കരുതെന്ന് UDF എംപിമാർ അപേക്ഷിച്ചിരുന്നു. എന്തായാലും ലോക്സഭയിൽ പാസായി. ഇനി ഈ ബിൽ രാജ്യസഭയുടെ പരിഗണനയ്ക്ക് അയക്കും. കേരള എന്ന പേരിനി ലോകത്തിനു മുന്നിലും ഔദ്യോഗിക രേഖകളിലും കേരളം എന്ന് തന്നെ എഴുതി ചേർക്കപ്പെടാൻ പോകുമ്പോൾ സംശയങ്ങൾ നിരവധിയാണ്. ഭരണഘടനാപരമായും സാങ്കേതികപരമായും എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി വരാൻ പോകുന്നത്? ഒരു കാര്യം ഉറപ്പാണ്, ഒറ്റക്ഷരം കൂട്ടിച്ചേർക്കുന്നത് വഴി കേരളം ഒന്നടങ്കം സാക്ഷിയാകുന്നത് വലിയ മാറ്റങ്ങൾക്ക് തന്നെയാണ്. ദി കേരള ആൾട്രേഷൻ ഓഫ് നെയിം ബിൽ 2026 കേന്ദ്രം ലോക്സഭയിൽ പാസാക്കിയതോടെ ഈ ചരിത്രപരമായ മാറ്റത്തിനും വലിയ ചർച്ചകൾക്കും തുടക്കമിട്ട് കഴിഞ്ഞു. ഭാഷാടിസ്ഥാനത്തിൽ 1956 നവംബർ 1 നമ്മുടെ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടെങ്കിലും ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിൽ ഇംഗ്ലീഷിലേത് കേരള എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2024 ജൂൺ 24 15-ാം കേരള നിയമസഭയുടെ 11-ാം സമ്മേളനം ഭരണഘടനയുടെ 1-ാം പട്ടികയിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് തിരുത്തണമെന്നാവശ്യപ്പെട്ട് ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി കേന്ദ്രത്തിന് നൽകിയത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് പരിഗണിക്കുകയും മന്ത്രി അമിത്ഷായുടെ അംഗീകാരത്തോടെ കരട് കുറിപ്പ് നിയമകാര്യ വകുപ്പിനും നിയമനിർമ്മാണ വകുപ്പിനും നിയമനീതി മന്ത്രാലയത്തിനും കൈമാറുകയും ചെയ്തു. ഈ വകുപ്പുകൾ നിർദ്ദേശത്തോട് യോജിപ്പറിയിച്ചതിനെ തുടർന്നാണ് കേന്ദ്ര മന്ത്രിസഭാ ബില്ലിന് അംഗീകാരം നൽകിയത്. ഇനിയുള്ള പാർലമെന്ററി നടപടിക്രമങ്ങൾ നോക്കാം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 3 അനുസരിച്ചാണ് ഒരു സംസ്ഥാനത്തിന്റെ പേര് മാറ്റാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ലോക്സഭയിൽ ബിൽ അവതരിപ്പിച്ചതോടെ ഇനി അടുത്ത ഘട്ടത്തിൽ രാജ്യസഭയിലും ബിൽ അവതരിപ്പിച്ച് പാസാക്കും. ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചാൽ പരമാവധി 14 ദിവസത്തിനുള്ളിൽ രാജ്യസഭയിലും ബില്ല് അവതരിപ്പിക്കണമെന്നാണ് ചട്ടം. ഇത്തരം പേരുമാറ്റൽ ബില്ലുകൾ പാസാക്കാൻ പ്രത്യേക ഭൂരിപക്ഷത്തിന്റെ ആവശ്യവുമില്ല. ഇരുസഭകളിലും ഹാജരുള്ള അംഗങ്ങളുടെ കേവല ഭൂരിപക്ഷം മാത്രം മതിയാകും. അതുകൊണ്ട് തന്നെ ഉടൻ രാജ്യസഭയിലും ബില്ല് പാസാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇരുസഭകളും പാസാക്കിയ ബിൽ രാഷ്ട്രപതിയുടെ അനുമതിക്കായി സമർപ്പിക്കും. രാഷ്ട്രപതി ഇതിൽ ഒപ്പുവെക്കുന്നതോടെ ബിൽ ഔദ്യോഗികമായി ഒരു നിയമമായി മാറുകയും കേന്ദ്ര ഗസറ്റിൽ വിജ്ഞാപനം വരികയും ചെയ്യും. വിജ്ഞാപനം വരുന്നതോടെ സംസ്ഥാന സർക്കാർ ഭരണപരമായ നടപടികളിലേക്ക് കടക്കും. രാജ്യത്തിനകത്തും പുറത്തും ഔദ്യോഗിക രേഖകളിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാകും. ഭരണഘടനയുടെ 8-ാം പട്ടികയിലുള്ള 22 ഔദ്യോഗിക ഭാഷകളിലും ഇത് കേരളം എന്ന് തന്നെ രേഖപ്പെടുത്തും. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക സീൽ, ലോഗോ, ലെറ്റർ പാഡ്, ബോർഡുകൾ, വെബ്സൈറ്റുകൾ എന്നിവയിലെല്ലാം മാറ്റം വരും. ഭരണഘടനാപരമായ മാറ്റങ്ങൾ നോക്കാം. ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിലാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പേരുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബില്ല് നിയമമാകുന്നതോടെ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള എല്ലാ ഔദ്യോഗിക രേഖകളിലും കേരള എന്നതിന് പകരം കേരളം എന്ന് തിരുത്തപ്പെടും. കേന്ദ്ര സർക്കാർ ഓഫീസുകൾ, പാസ്പോർട്ട്, ഔദ്യോഗിക വെബ്സൈറ്റുകൾ, ദേശീയ മാപ്പുകൾ, അന്താരാഷ്ട്ര കരാറുകൾ എന്നിവയിലെല്ലാം സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നായി മാറും. ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയിലെ 22 ഔദ്യോഗിക ഭാഷകളും സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് തന്നെ രേഖപ്പെടുത്താൻ ഈ ബില്ലിലൂടെ സാധിക്കും. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളുടെ ബോർഡുകൾ, സീലുകൾ, ഔദ്യോഗിക ലെറ്റർ പാഡുകൾ എന്നിവയെല്ലാം മാറ്റേണ്ടി വരുന്നത് വലിയ ചിലവേറിയ പ്രക്രിയയായിരിക്കും. പഴയ സർട്ടിഫിക്കറ്റുകൾ മാറ്റേണ്ടി വരുമോ? ഭരണഘടന ഭേദഗതിയിലൂടെ കേരള എന്നത് കേരളം എന്ന് മാറ്റുമ്പോൾ നിങ്ങളുടെ പഴയ സർട്ടിഫിക്കറ്റുകളിലെ വിവരങ്ങൾ തിരുത്തേണ്ടി വരില്ല. ഈ നിയമം പ്രാബല്യത്തിൽ വരുന്ന തീയതിക്ക് ശേഷം ഇറങ്ങുന്ന പുതിയ രേഖകൾക്കും മാത്രമായിരിക്കും ഇത് ബാധകമാകുക. നിലവിലുള്ള നിയമപ്രകാരം ഒരു സംസ്ഥാനത്തിന്റെ പേര് മാറ്റുമ്പോൾ ആ തീയതി വരെ നൽകിയിട്ടുള്ള SSLC, +2, ബിരുദ സർട്ടിഫിക്കറ്റുകൾ, ആധാർ, പാസ്പോർട്ട്, റേഷൻ കാർഡ് തുടങ്ങിയ രേഖകളെല്ലാം അതേപടി സാധുവായി തുടരും. മുൻപ് ഒറീസ എന്നത് ഒഡീഷ എന്നും പോണ്ടിച്ചേരി എന്നത് പുതുച്ചേരി എന്നും മാറ്റിയപ്പോഴും പഴയ സർട്ടിഫിക്കറ്റുകൾ തിരുത്തേണ്ടി വന്നിട്ടില്ല. രാജ്യാന്തര ഏജൻസികളുമായുള്ള കരാറുകളിലും മാപ്പുകളിലും ഘട്ടമായി പേര് പുതുക്കും. കേരള സർക്കാർ എന്ന് ചേർത്ത് വായിക്കുന്ന ഇടങ്ങളിൽ മാറ്റമുണ്ടാകില്ലെങ്കിലും
കേരള എന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഇടങ്ങളിലെല്ലാം കേരളം എന്നാകും. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് പോലെയുള്ള സ്ഥാപനങ്ങളുടെ പേരുമാറ്റം സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ നടന്നു വരികയാണ്. സംസ്ഥാന പേരുമാറ്റം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഔദ്യോഗികമായി നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ പുതിയതായി അപേക്ഷിക്കുന്ന രേഖകളിലും മേൽവിലാസത്തിൽ കേരളം എന്ന് തനിയെ അച്ചടിച്ചു വരും. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി, സിവിൽ സപ്ലൈസ് വകുപ്പ്, പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ എന്നിവരുടെ ഓൺലൈൻ സിസ്റ്റങ്ങളിൽ ബാക്ക് എൻഡ് വഴി കേരള എന്നത് കേരളം എന്ന് തനിയെ അപ്ഡേറ്റ് ചെയ്യപ്പെടും. ഇതിനായി വ്യക്തികൾ, ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. പ്രവാസികളും വിദേശയാത്രയ്ക്കൊരുങ്ങുന്നവരും ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല. നിങ്ങളുടെ കൈവശമുള്ള നിലവിലെ പാസ്പോർട്ട് മാറ്റേണ്ട യാതൊരാവശ്യവും വരില്ല. അതിൽ സംസ്ഥാനം കേരളം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അത് അസാധുവായി മാറില്ല. കാരണം രാജ്യത്തിന് കീഴിലാണ് പാസ്പോർട്ട് വരുന്നത്. ആ പാസ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാലാവധി തീരുന്നതുവരെ നിങ്ങൾക്കത് ഉപയോഗിച്ച് ലോകത്തെവിടെയും തടസ്സമില്ലാതെ യാത്ര ചെയ്യാം. ഇത്തരം ഭരണപരമായ പേരുമാറ്റങ്ങൾ സാധാരണമാണ്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഡേറ്റാബേസുകളിൽ മാറ്റം വരുന്നതോടെ ആഗോള എമിഗ്രേഷൻ സംവിധാനങ്ങൾ ഇത് സ്വയമേവ തിരിച്ചറിയും. പേരുമാറ്റ ബിൽ പൂർണ്ണമായും നിയമമായി വിജ്ഞാപനമിറങ്ങിയ ശേഷം പുതിയതായി പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോഴോ നിലവിലുള്ളത് പുതുക്കുമ്പോഴോ മാത്രമായിരിക്കും പുതിയ മാറ്റം ബാധകമാകുക. കേരള ഹൈക്കോടതി എന്ന പേരിൽ മാറ്റമുണ്ടാകില്ല. അത് പഴയപടി തന്നെ തുടരും. ഹൈക്കോടതികളുടെ പേര് മാറ്റാൻ നിലവിൽ നിയമപരമായ വ്യവസ്ഥകളില്ല. 1996 മദ്രാസ് എന്ന പേര് ചെന്നൈ എന്നാക്കിയപ്പോഴും ബോംബെ, കൽക്കട്ട, ഒറീസ, ഗൗഹത്തി ഹൈക്കോടതികളുടെ പേരുമാറ്റത്തിനും 2016 കേന്ദ്രം ബിൽ കൊണ്ടുവന്നിരുന്നെങ്കിലും അത് നടപ്പായില്ല.